എനിക്ക് മിസ്സിനെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഡ്രോയിങ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് സെക്കൻഡ് കിട്ടി. ഞാൻ പക്ഷെ വീട്ടിൽ കാണിച്ചു കൊടുത്തപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല. എനിക്ക് മിസ്സിനായിട്ട് ഫ്രണ്ട് ആവണമെന്നുണ്ട്. മിസ് എന്നെയായിട്ട് ഫ്രണ്ട് ആവും. എനിക്ക് കുറേ കാര്യങ്ങൾ മിസ്സിനോട് ഷെയർ ചെയ്യണമെന്നുണ്ട്. ഈ ഒരു വോയിസ് മെസ്സേജ് കേട്ട സമയത്ത് പേഴ്സണലി എനിക്ക് ഒത്തിരി വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ കുട്ടി ഈ ഒരു കാര്യം ആദ്യം പറഞ്ഞിട്ടുള്ളത് പാരന്റ്സിനോടാണ്. അപ്പോൾ പാരന്റ്സ് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ആ കുട്ടി എനിക്ക് ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത്. നമ്മുടെ ഒക്കെ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയാണ്, അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് ആണ്. ഇനി എത്ര സന്തോഷമുള്ള ഒരു കാര്യമായി കഴിഞ്ഞാലും അല്ലെങ്കിൽ എത്ര വിഷമമുള്ള ഒരു കാര്യമായി കഴിഞ്ഞാലും നമ്മൾ ആദ്യം അത് ഓടിപ്പോയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പാരന്റ്സിനോടാണ്. പക്ഷെ ഇപ്പോൾ പൊതുവേ നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ബിസി ലൈഫാണ്, എല്ലാവരും തിരക്കിട്ട് ഓടുകയാണ്. ഈ ഓടുന്നതും കുഞ്ഞിന്റെ നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷെ അതിൽ നമ്മൾ മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ കുട്ടിയും പാരന്റ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൂടുകയാണ് ചെയ്യുക. ഇപ്പൊ ഈ ഒരു കുട്ടിയുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക ഈ ഒരു സെക്കൻഡ് പ്രൈസ് കിട്ടിയ കാര്യം പാരന്റ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും, അവർക്ക് ഒത്തിരി ഹാപ്പി ആവും, അവർ നല്ല രീതിയിൽ എൻകറേജ് ചെയ്യും എന്നുള്ള കാര്യമായിരുന്നു ഈ കുട്ടി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പൊതുവേ നമ്മൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ കുട്ടികൾ കുറേ കാര്യങ്ങൾ നമ്മളോട് പറയാതെയാവും. അങ്ങനെ പറയാതെ ആയി കഴിഞ്ഞാൽ അവർ കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്യും. ഇങ്ങനെ ഹൈഡ് ചെയ്യുമ്പോൾ അത് കുട്ടികളുടെ ഫ്യൂച്ചറിനെയാണ് ബാധിക്കുക. ഈ ഒരു പ്രായത്തിൽ കുട്ടികൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം പാരന്റ്സ് എന്ന് പറഞ്ഞ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ ആവാനാണ്. കാരണം എല്ലാ കാര്യങ്ങളും പോയി ഓപ്പൺ ആയിട്ട് പറയാൻ, എത്ര ഹാപ്പി ആയിട്ടുള്ള കാര്യമായാലും ഇനി എത്ര വിഷമമുള്ള ഒരു കാര്യമായി കഴിഞ്ഞാലും വളരെ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്രായത്തിൽ ടൈം സ്പെൻഡ് ചെയ്തേ മതിയാവും. അപ്പം അങ്ങനെ ടൈം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും അവരിൽ ഉണ്ടാകുന്ന വലിയ വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. എല്ലാ പാരന്റ്സിനും അല്ല പറയുന്നത്, പൊതുവെ എല്ലാവരിലും നമ്മൾ കാണുന്ന ഒരു കാര്യം കൂടിയാണിത്. നമുക്ക് എല്ലാവർക്കും ഒരു ലൈഫല്ലേ ഉള്ളൂ. ആ ഒരു ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് നല്ല എൻജോയ് ചെയ്തിരിക്കും.